തെറ്റു ചെയ്യുമ്പോൾ മാപ്പ് പറയണം. തെറ്റു ചെയ്തു കഴിഞ്ഞാൽ മാപ്പിരക്കൽ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച വളരെ മനോഹരമായൊരു സവിശേഷ ഗുണമാണ്. അതിലൊന്നും ഒരാളുടെ സ്ഥാനവും കുറഞ്ഞു പോകുന്നില്ല. ജ്യേഷ്ഠനോട് പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയിട്ടുണ്ട്. ജ്യേഷ്ഠത്തിയോട്, ഉമ്മയോട്, അനിയത്തിയോട്, അനുജനോട്, കൂട്ടുകാരനോട് മാപ്പ് പറയാ. എനിക്ക് മാപ്പ് തരണം, നീ എന്നോട് പുറത്തു തരണം. അന്ന് അങ്ങനെ ഒരു ബുദ്ധിമോശം വന്നുപോയി, ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പ് തരണം. ഇത് ചോദിക്കാൻ ഒരാളുടെയും അഹങ്കാരം തടസ്സമാവരുത്. അങ്ങനെയൊക്കെ നമ്മൾ പച്ച മനുഷ്യരാവിൻ. നമ്മൾ എന്തിനാ ഈ ശ്വാസം പിടിച്ചിങ്ങനെ നടക്കണത്? ശ്വാസമൊക്കെ ഒന്ന് വിടിൻ. എന്തെയ്യാ? പച്ച മനുഷ്യരാവിൻ. എല്ലാവർക്കും പുറത്തു കൊടുക്കും. മുത്തനബി ഞങ്ങൾ അതല്ലേ നമ്മളെ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സ്വഹാബി മണ്ണിൽ കവിള് വെച്ച് കിടക്കുന്നുണ്ട്. മണ്ണിൽ കവിള് വെച്ച് കിടക്കുന്നുണ്ട്. വലത്തെ കവൾ മീതയാക്കി ഇടത്തെ കവൾ മണ്ണിൽ വെച്ച് മഹാനായ ഗിഫാർ ഗോത്രത്തിന്റെ നേതാവ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആരാണോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ബിലാലെ നീ കറുത്തവളുടെ പുത്രനല്ലേ എന്ന് പറഞ്ഞത്, ആ ബിലാൽ എന്നവരെ കാത്തു കിടക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വരുന്നത് കാത്തിരിക്കുന്നു. ജുമുഅ കഴിഞ്ഞ് വരുമ്പോ എല്ലാവരും കടന്നു പോകുമ്പോ ഒരു ഗോത്രത്തിന്റെ നേതാവ് വഴിയിൽ മണ്ണിൽ കവിള് വെച്ച് കിടക്കുന്നു. മണ്ണിൽ കവിള് വെച്ച് കിടക്ക. നമ്മൾ അത്രയൊന്നും നമ്മൾ ചെയ്തോളുന്നില്ല. സോറി എന്ന് പറയാൻ പറ്റാത്ത ആൾക്കാരാ നമ്മൾ. മാപ്പ് പറയാൻ ഞാൻ പറയില്ല അല്ലേ? ഇതാണ് നമ്മുടെ അഹങ്കാരം. മണ്ണിൽ കവിള് വെച്ച് കിടന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ മാഹാദാ അബൂദർറേ, ഇതെന്താണ്? ബിലാലേ, ഞാൻ നിങ്ങളെ കാത്തു കിടക്കുകയായിരുന്നു. ബിലാലേ, നിങ്ങളുടെ ആ കാലുകൊണ്ട്, കറുത്ത വർഗക്കാരനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു, അന്ന് മണ്ണിൽ ചവിട്ടി വരുന്ന കാല്, ആ കാലുകൊണ്ട് ബിലാലെ എന്റെ വലത്തെ കവിളിൽ നിങ്ങൾ കാലുകൊണ്ടൊന്ന് ചവിട്ടണം. നിങ്ങളെ ഞാൻ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞില്ലേ, ആ വാക്ക് അല്ലാഹു പുറത്തു തരാൻ നിങ്ങളുടെ ആ കറുത്ത കാലുകൊണ്ട് തന്നെ എന്റെ കവിളിൽ മണ്ണുകൊണ്ടൊന്ന് ചവിട്ടണം ബിലാലെ, ഇതെന്റെ അപേക്ഷയാണ്. ഞാൻ ചെയ്യൂല, ഞാൻ ചെയ്യില്ല ബിലാലെ, ഞാൻ ഇവിടെ എഴുന്നേൽക്കുന്നില്ല. ഞാൻ നിങ്ങളെ കാത്ത് കിടക്കുകയാണ്. ഞാൻ ഈ കിടക്കുന്നത് നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ വലത്തെ കവിളിൽ ഒന്ന് ചവിട്ടണം. എന്റെ മനസ്സിലെ പിശാചൊന്നു പോകട്ടെ. നിങ്ങളെ ഞാനൊരു പച്ചയായ മനുഷ്യനായി കാണേണ്ടതിന് പകരം, ഒരു മുഅ്മിനായി കാണേണ്ടതിന് പകരം, നിങ്ങളുടെ തൊലി നിറം പറഞ്ഞ് നിങ്ങളെ ഞാൻ വേദനിപ്പിച്ച വേദന എന്റെ മനസ്സിൽ വല്ലാത്ത മുറിവുണ്ടാക്കി. ബിലാലെ, എന്റെ കവിളത്തൊന്ന് ചവിട്ടുമോ? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? ലാ, ഒരിക്കലുമില്ല. ഞാൻ എങ്ങനെ ചവിട്ടും? ലതോലമാ സജദ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഒരുപാട് സുജൂദ് ചെയ്ത നെറ്റിയല്ലേ അത്? അല്ലാഹുവിന് ഒരുപാട് സുജൂദിൽ കിടന്ന മുഖമല്ലേ അത്? ആ മുഖത്ത് ഞാൻ എന്റെ കാലുകൊണ്ട് ചവിട്ടുകയോ? അബൂദർറേ, നിങ്ങൾ എണീക്കുന്ന അബൂദർറേ, അൻത അഖീ, നിങ്ങൾ എന്റെ സഹോദരനാണ്. ഞാൻ നിങ്ങൾക്ക് നിരുപാധികം മാപ്പ് തന്ന അബൂദർറേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഉണ്ടായത്. ഇതാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ വരുത്തിയ മാറ്റം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വെറുപ്പും വിഷമങ്ങളും ഒന്ന് പറഞ്ഞു തീർക്കിൻ. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ആളുകൾ ഒരു കുടുംബത്തിൽ പോലും ഒരുമയില്ലാതെയായി മാറുന്നുണ്ടോ? ജ്യേഷ്ഠൻ വേറെ, അനുജൻ വേറെ, അനുജന്റെയും ജ്യേഷ്ഠന്റെയും ഭാര്യമാര് തമ്മിൽ കണ്ടുകൂടാ. മക്കള് തമ്മിൽ വെറുപ്പാണ്. ഉമ്മാക്ക് ഈ മോനെ കണ്ടുകൂടാ, ഈ മോന് ഉമ്മാനെ കണ്ടുകൂടാ. എളാപ്പയും മൂത്താപ്പയും തമ്മിൽ പിണക്കം, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണക്കം. എന്തിന്? 4 കാശിന്റെ പേര് പറഞ്ഞിട്ട് ഈ ഉമ്മത്തിന് പിന്നെ ശത്രുക്കൾ കൈവച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ഒരുമിച്ചു നിൽക്കണേ.